സോ ഹലോ ഗായ്സ്, നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഈ ഒരു വയലിൻ്റെ അകത്ത് നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നേക്കാണ് ഗൈസ്. ഓക്കെ, സോ നമ്മൾ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് നേരെ ആടെത്തിയിട്ട് കാണാം. സോ ഗൈസ്, ഇപ്പോൾ വെള്ളം നല്ല രീതിക്ക് വറ്റിയിട്ടുണ്ട്. സോ നമ്മൾ 2 പേരാണ് വന്നിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്കായിരുന്നു വന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റി വരണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് നമ്മുടെ മച്ചാൻ പറയുന്നത് ഇവിടെ വെള്ളമൊന്നും ഇല്ല എന്നാണ്, തീരെ വെള്ളമില്ല. ഓക്കെ, നമുക്ക് തന്നെ അവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് എന്തോ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്കിനി മീൻ പിടിക്കാൻ വരാൻ പറ്റത്തില്ല. സോ ഗൈസ്, നമ്മുടെ വെള്ളം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, കണ്ടില്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചളിയൊക്കെ ഒന്ന് ഇപ്പോൾ അതാ കുത്തി ഇളക്കുന്ന വരെ നമുക്ക് കുത്തി ഇളക്കി നോക്കാം, നമുക്ക് ഏതെങ്കിലും മീൻ ഉണ്ടാവുമെന്ന്. നമ്മൾ തുടക്ക പ്രാവശ്യം വന്ന മെത്താണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഗൈസ് മുഴുവനെ കിട്ടിയത്. ഓക്കെ, അങ്ങനെ ഒരു ഭാഗം ഇപ്പം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. അപ്പം നമുക്ക് തുടങ്ങല്ലേ പരിപാടി. സോ ഗൈസ് അപ്പം നമുക്ക് ഇവിടെ ഊറ്റാനായിട്ട് തുടങ്ങാം. പിന്നെ ആണെങ്കിൽ ജസ്റ്റ് ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് മീൻ പിടിച്ച സ്ഥലം ഇതാ ഇവിടെ ഫുള്ള് വറ്റി വരണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കണം അവിടെ വെള്ളം ഉണ്ടോയെന്ന്. അപ്പോൾ നമുക്കിവിടെ മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് മീൻ കിട്ടുന്ന ഇത് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോരൽ നമ്മൾ പോയിട്ടുണ്ട്. വല അത്യാവശ്യം കാനുള്ളൊരു കോരലാണ്. നമുക്ക് ഇതിലുള്ള മീനുണ്ടോ നോക്കാം. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമുക്ക് കടുങ്ങാലിനെയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുങ്ങാലി, പരലി അങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് സാധാരണ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടുന്ന ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതൊന്ന് കാണിച്ചു തരാൻ എടുക്കുന്നത്. ഓക്കെ, സോ ഗൈസ് ഇതിലൊരു വെറൈറ്റി ആയുള്ള സാധനം ഉണ്ട്. എന്താ സാധനം? വൈൽഡ് ബാറ്റ. ഓക്കെ, സോ നമുക്ക് സാധാരണ കിട്ടുന്ന സാധനം തന്നെ ഗൈസ്, കൊഴുപ്പ. ഇത് തുള്ളി കളിക്കുന്ന മീനാണ്. നമ്മൾ എപ്പം പിടിച്ചാലും നമ്മളെ കൈ വന്ന് മിസ്സാവുന്നതാണ്. ഇവിടെ വേറൊരു മീനെ കാണുന്നുണ്ടല്ലോ, ഇതേതാണ് നമ്മുടെ വൈൽഡ് ബാറ്റയാന്ന് തോന്നുന്നു. അതിൻ്റെ മോനെ അത് അത്യാവശ്യം വലിപ്പുണ്ട്. പിടി ഗൈസ്, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മാതിരില്ല, ഇപ്പോൾ വൈൽഡ് ബാറ്റിനെ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ വൈൽഡ് ബാറ്റ. നല്ല കറുത്ത വൈൽഡ് ബാറ്റ. ബ്രാലിൻ്റെ കുട്ടിയാന്ന് തോന്നുന്നുണ്ട് നമുക്ക് കിട്ടിയത്. ബ്രാലിൻ്റെ കുട്ടി തന്നെയാണോ? നമ്മുടെ കൈമല നോക്കട്ടെ. സോ ഗൈസ് ഇപ്രാവശ്യം നമുക്ക് കുറേ കിട്ടും. കാരണം എന്താ വെച്ചാൽ വെള്ളം നല്ല രീതിക്ക് വെച്ചുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ഇത് ബ്രാലിൻ്റെ കുട്ടിയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഈ ഒരു ഡിസൈനും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ ബക്കറ്റിൽ നല്ല ക്ലിയർ വെള്ളത്തിലാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും നല്ല വൃത്തി കാണാം. സോ നമ്മളിപ്പോൾ നമ്മൾ ഈ ഒരു വലിയൊരു ഭാഗത്താണ് നമ്മൾ കോരിയത്. അവിടെ നമുക്ക് കുറേ മീനിൻ്റെ അനക്കം കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അവിടെ നമുക്കൊന്ന് കോരി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോരി വെക്കാം. സമയത്ത് അപ്പോൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് പിടിച്ചാണ് നമ്മുടെ വല കീറി. നല്ല കനാണ്. സോ നമ്മളിങ്ങനെ ചാടി കയറാണ് ഗൈസ്. ഓക്കെ, ഒന്നും പറയാനില്ല, ഫുൾ സീനാണ്. സോ ഗൈസ് ഇതിൻ്റെ അകത്ത് കുറേ മീൻ ഉണ്ട്. നമുക്ക് വൈൽഡ് ബാറ്റ കുറേ എണ്ണത്തിന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇളകി കളിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സോ ഗൈസ് അപ്പോൾ കുറേ കോരൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈൽഡ് ബാറ്റ എന്ന സാധനം കിട്ടിയിട്ടുണ്ട്. അതായത് അങ്ങനെ റെഡ് കളറ് ഒക്കെ വന്നിട്ടുള്ള വൈൽഡ് ബാറ്റയാണ്. പിടിച്ചോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വൈൽഡ് ബാറ്റ. ഓക്കെ കേട്ടോ. സോ ഗൈസ് നമുക്ക് ഒരു കപ്പിൾസിനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വൈൽഡ് ബാറ്റ കപ്പിൾസ്. ഓക്കെ, സോ ഗൈസ് ഒരു വലിയ സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. എന്താ സാധനം ഒന്നും ഒരു പിടിയുമില്ല. ഓക്കെ, ചളീൻ്റെ ഉള്ളിൽ നിന്ന് കോരിയപ്പോൾ കിട്ടിയാണ്. ബ്രാലാണോ മച്ചാനെ? ഓക്കെ, ഇതെന്താണ് സാധനം ഗൈസ്? ഓക്കെ, ഇതാണ് സാധനം. ഇതൊക്കെ തോടനാണോ അല്ലെങ്കിൽ ഇത് ഗൈസ് ഒരു ഇതാണ് കിട്ടിയത്. രണ്ടെണ്ണം ഒരുമിച്ച്. ഓക്കെ, അതാണ് സാധനം ഗൈസ്, കിണ്ണങ്കാച്ചി ഐറ്റം. ഓക്കെ, അതിനോട് ഇതിലേ കിട്ടും. അത് അധികം തുള്ളുന്നില്ല. സോ ഗൈസ് ഇതിനൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ബക്കറ്റിലേ ഇട്ടിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നല്ല കിണ്ണങ്കാച്ചി സാധനമാണ്. ഓക്കെ, സോ ഗൈസ് ഒരു വൈൽഡ് ബാറ്റ. ഓക്കെ, വൈൽഡ് ബാറ്റൻ്റെ ചെറുത്. ഓക്കെ, വൈൽഡ് ബാറ്റൻ്റെ ചെറുത്. സോ ഗൈസ് നമ്മളിതാ ഇവിടെ നിന്നല്ല, ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്താണ് കോരുന്നത്. ഓക്കെ, നമുക്ക് ബ്രാലിനെ കിട്ടിയ ഭാഗമാണ്. സോ നമുക്ക് കിട്ടും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, നമ്മൾ നല്ല ചളീൻ്റെ ഉള്ളിൽ നിന്നാണ് ഗൈസ് കോരുന്നത്. ഓക്കെ, കിട്ടുകയെങ്കിൽ ഭാഗ്യം. സോ ഗൈസ് അപ്പോൾ ഇത് കയറ്റാണ്. സോ അത് കീറാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അടിഭാഗമൊക്കെ പിടിച്ച് പൊന്തിച്ചോ. ആ ഭാഗം കൂടി പിടിക്കും. നല്ല ചളിയാണ് ഗൈസ്, ചളി. മെല്ലെ പൊക്കിക്കോ. അങ്ങനെ 2 ഭാഗത്തേക്ക് ആയി. കാൽമലായോ? ഇങ്ങോട്ട്
നമ്മൾ മേലൊക്കെ ചളി തന്നിട്ട് കേസ്, പക്ഷെ നമ്മൾ മൈൻഡ് വെക്കുന്നില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ പുല്ലൊക്കെ എടുത്ത് പോക്കുകയാണ്. ഫുൾ നാച്ചുറലായിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് മീനില്ലെങ്കിൽ നമ്മളെ റിസ്ക് ഒക്കെ വെറുതെ ആവും. സോ ഗൈസ് എന്തരാ ഉണ്ടല്ലോ, എന്തരോ ഉണ്ട് തോന്നി, പക്ഷെ ഇല്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്, നമുക്ക് പൊക്കുന്ന ഇത് കിട്ടും. അതെ 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 ഗൈസ്, നമ്മുടെ വൈൽഡ് ബാറ്റ് ഞാൻ തോന്നുന്നുണ്ട്. അല്ല, കൊഴുപ്പയാ ഗൈസ്, നമ്മുടെ അവിടെ കൊഴുപ്പ വേണ്ട. ഇതാണ് നമ്മുടെ കൊഴുപ്പാന്നാണ് ഐറ്റം ഗൈസ്. കുറേ കൊഴുപ്പകൾ ചാടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ചളിയിൽ കൊഴുപ്പനെയാണ് കിട്ടുന്നത്. ഓക്കെ, വേണ്ട കൊഴുപ്പ. ജാതി പ്രാണിയുണ്ട്, കൊഴുപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മൾ ഫുൾ ചെറിയ മീനുകൾ തന്നെയാണ്. 1-2 മാത്രം കുറച്ച് സൈസുകളെ കിട്ടിയിട്ടുള്ളൂ. സോ ഗൈസ്, നമുക്ക് കുറേ കൊഴുപ്പനെ മാത്രമാണ് കിട്ടുന്നത് അധികം. ഓക്കെ, കൊഴുപ്പ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തേണ്ടി വരുമെന്നാണ് നമുക്ക് ഡൗട്ടുള്ളത്. സോ ഗൈസ്, നമ്മൾ ചളി ഇല്ലാണ്ടൊരു കോരൽ ഊരി. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് നമ്മുടെ വൈൽഡ് വേറ്റ, ഇതാണ് ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ വൈൽഡ് വേറ്റ. ഇനിയും ഉണ്ട് വേറെ കുറേ. നമുക്ക് കടുങ്ങാലിയൊക്കെ ഉണ്ട്. കടുങ്ങാലി എടാ, അത് ചെറുതല്ലല്ലോ, ഒരു വലിയനെ കണ്ടിഞ്ഞല്ലോ. വലിയ കടുങ്ങാലിയെ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. മിസ്സായോ എന്ന് ചെറിയൊരു ഡൗട്ട്. അതെ 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 ഗൈസ്, ഇതാണ് നമ്മുടെ വലിയ കടുങ്ങാലി. എന്താടാ കൂട്ടിയ എന്താ സാധനം? വൈൽഡ് വേറ്റ എടാ ഗൈസ്, കുറേ വൈൽഡ് വേറ്റനെ കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്താക്കണം, ഒരു കവറിലാക്കണം. വേണ്ട കൊഴുപ്പ, വൈൽഡ് വേറ്റ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. നമുക്കിപ്പോൾ ഒരു 10 രൂപ കൊഴുപ്പാനെങ്കിലും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഫുൾ കൊഴുപ്പാണ്. ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസ് കൊഴുപ്പനെ കാണണമെങ്കിൽ കണ്ടോളൂ. കൈമലടി ഇത് ഒരു സ്ഥലത്ത് നിൽക്കില്ല പിടിച്ചേ. സൈസ് അതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസാണ്. പക്ഷെ വീഡിയോ കാണിക്കാൻ പറ്റില്ല, ചെങ്ങായി നല്ല ചാട്ടക്കാരനാണ്. ചാടി 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 കല്യാണം കഴിപ്പിക്കാൻ കുറേ കുഴപ്പം ചാടിയൊക്കെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ കടുങ്ങാലി അടി അറിയുള്ളൂ എൻ്റെ കയ്യിൽ. അതാണ് ഗൈസ്, നമ്മൾ ഈ കടുങ്ങാലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ നേരത്തെ കാണിച്ചതല്ല ഗൈസ്. ഇതാണ് നമ്മുടെ കടുങ്ങാലിയൊക്കെ. നമുക്ക് ഏറ്റവും വലിയ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ കടുങ്ങാലിയാണ് അത്. അച്ചങ്ങായി അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഓക്കെ, ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ കള്ള സോ ഗൈസ്, നമ്മുടെ അടുത്ത കോരലിലേക്ക് നമുക്ക് കിടക്കാൻ തോന്നുന്നു. അതെ ഒരു വൈൽഡ് വേറ്റ അല്ല, നമുക്ക് കുറേ നല്ല സൈസുള്ള വൈൽഡ് വേറ്റനെ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, നമുക്ക് ഒന്നും കൂടി കോരാം. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് കോരൽ. എൻ്റെ മോനെ, ഇതാ ഇങ്ങനെ വേണം ഗൈസ് കിട്ടാനൊക്കെ. കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടണം. ഓക്കെ, നിറച്ച് ചാകരയാണ്. ചാകര അടാ, ചാകര എന്നതാണ് ചാകര. സോ ഗൈസ്, ഇതാ ഒരു കിണ്ണങ്കാച്ചി ആയിട്ട് നമ്മുടെ കടുങ്ങാലിയൊക്കെ. കിണ്ണങ്കാച്ചി കടുങ്ങാലിയാണ്. കാര്യം കാണിച്ചേട്ടെ എൻ്റെ കയ്യിലേക്കൊക്കെ വൈൽഡ് വേറ്റൻ്റെ മക്കൾ. വൈൽഡ് വേറ്റൻ്റെ മക്കൾ ഗൈസ്, 2 വൈൽഡ് വേറ്റൻ്റെ മക്കളെ നമുക്ക് കിട്ടിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളതിനെ കൂടി പിടിച്ചിടാം. ഇത്ര വൈൽഡ് വേറ്റൻ്റെ മക്കൾ ഗൈസ്, വൈൽഡ് വേറ്റൻ്റെ മക്കളെ ഒരു കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ലോഡ് കണക്കിന് ഇങ്ങനെ കൈമന്ന് ഇങ്ങോട്ട് വാരിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കടുങ്ങാലിനെ. നിറച്ച് കടുങ്ങാലി നമുക്ക്. ഇനിയും എന്താ കടുങ്ങാലിൻ്റെ കൂട്ടാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, വേണ്ട നമ്മൾ കോരിയിട്ട് കാണിച്ചാൽ എങ്ങനെ കോരിയിടുന്നു. ഓക്കെ, വേണ്ട നമ്മൾ മച്ചാനും ഇടുന്നുണ്ട്. നമ്മളിങ്ങനെ കോരിയിടുകയാണ് ഗൈസ്. ഇത്രയും കുറേ സമയത്തിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ചാകര കിട്ടുന്നത്. ഇതാണ്ടാ അവിടെ എത്രണ്ണ നോക്ക് ചാകര 2 ഒറ്റയടിക്ക് പിടിക്കുന്നു ഗൈസ്. എൻ്റെ ഭ്രാന്തടിക്കുന്നുട്ടോ പെറുക്കിയിട്ടിട്ട് ഗൈസ്. നമ്മളെ മച്ചാനെ പെറുക്കിയിട്ട് ഭ്രാന്തടിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എത്ര മീനാ നമുക്ക് കൊള്ളില്ല, അത്രയ്ക്ക് നിറച്ച്. ഇനി വീട്ടിൽ പോയി നമ്മൾ ബക്കറ്റിലിട്ട് മാറ്റണം. വലുതും ചെറുതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അത്രയും മീനുണ്ട് ഗൈസ്. തീർന്നിട്ടില്ല കേട്ടാ, ഇപ്പോഴും ഇങ്ങനെ ചാകര വന്നുകൊണ്ടിരിക്കുക. ഏകദേശം തീർന്നു തോന്നുന്നു. സോ ഗൈസ്, നെക്സ്റ്റ് കോരലാണ്. ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഇത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ വലുതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. ഇതാണ് അവിടെ വലിയൊരു ഇട്ടോ കൈമലി ഇട്ടോ. ഓക്കെ, ഇത് നമ്മുടെ വലിയ കടുങ്ങാലിയാണ് ഗൈസ്. ഇതല്ലേ, കുറേ നമുക്ക് വലുതിനെ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് കൈയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുണ്ടല്ലോ ഗൈസ്, ചാകര. ഇതിനാണ് ചാകര അറിയാം. ഓക്കെ,
നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. ഓക്കെ, സൈസ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇതണ്ട ഗൈസ്, അതാ കണ്ടില്ലേ അതാണ് ഇവിടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലുതാണ്. എൻ്റെ കയ്യിലുള്ള ഇതാ കയ്യിലുള്ള ഗൈസ്, അത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബ്രാലോ അങ്ങനത്തെ ഒന്നാണ് ഗൈസ്. നമുക്ക് കോഴീൻ്റെ സൗണ്ട് കൊളക്കൊയ്യാന്ന് തോന്നുന്നു. കണ്ടില്ലേ ഗൈസ്, നമ്മൾ നല്ല കിണ്ണ സൈസുള്ള സാധനങ്ങളാണ്. ഇതാണ് വരാൽ തന്നെയാണോ എന്താ സാധനമാണ് ഇത്? നിലത്താ മീൻ അടിയില്ല ഗൈസ്. ഇപ്പം ചളിന്ന് കോരുന്നതിനേക്കാൾ എഫക്റ്റീവാണ്. നമുക്ക് ചളി കോരുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. എടാ ഇതെന്താ വൈൽഡ് ബാറ്റ്, ഒരു വെറൈറ്റി വൈൽഡ് ബാറ്റാ. ചളി നല്ല കറുത്ത വൈൽഡ് ബാറ്റാണ് ഫുള്ള് കിട്ടുന്നത്. ഓക്കെ, നമ്മളൊക്കെ തിരിച്ചിട്ടുണ്ട്. നമ്മളിന്ന് പക്ഷേ നിർത്തുന്നില്ല. നമുക്ക് 1-2 കോലോടി കോറിയിട്ട് നല്ല പോവാം. ഇതേമാതിരിയുള്ള വലിയ കടുങ്ങാലിയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും ഗൈസ്. നമ്മുടെ കൈയൊക്കെ നല്ല ചളിയുണ്ട്, നമ്മുടെ ഫോണിലൊക്കെ നല്ല ചളിയാവുന്നുണ്ട്. പക്ഷെ നമ്മൾ മൈൻഡ് വെക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ പോയി ബക്കറ്റിലിട്ടാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പരിപാടി നിർത്തി പോവാണ്. നമ്മൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ നമ്മൾ പിടിച്ച മീനൊക്കെ ചാവും. കാരണം നമ്മൾ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി. ഓക്കെ, വളരെ ചെറിയ പാത്രമാണ്. നമുക്ക് വീട്ടിലെത്തിയിട്ട് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് നോക്കാം. സോ റിലീസിങ്. ഇപ്പോഴാണ് ഈറ്റിങ് കുറച്ച് ഓക്സിജൻ കിട്ടി. ഡെഡാണ് ഇതല്ലേ, ഇതാണ് നമുക്ക് കിട്ടി. ഇതിനെ നല്ല കാണുന്ന രീതിയിലൊന്നാക്കണം. അപ്പം എന്താ ചെയ്യുക? സോ ഗൈസ്, നമ്മൾ ആ കിട്ടിയതിനൊക്കെ ബക്കറ്റിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഇവരെ ഇവരൊക്കെ ഒരു കാണുന്ന പാത്രത്തിലേക്ക് ഇപ്പോൾ ഇതിലാക്കിയപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ. കുറഞ്ഞ ചത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റിയ രീതിക്ക് നമുക്ക് നല്ലൊരു പാത്രത്തിൽ ഇവരെയൊക്കെ പിടിച്ച് മാറ്റണം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം, അധികം നേരം ഒന്നും വയ്ക്കണ്ട. സോ ഈ ചത്തനിടാനായിട്ട് നമ്മളിതാ ഈ ഒരു ബേസിൻ എടുത്തിട്ടുണ്ട്. ചത്തനിട ഓക്കെ, അതിൽ കുറച്ച് വെള്ളം മാറുന്നുണ്ട്. സോ നമുക്ക് കൈ കൊണ്ട് പിടിച്ചിട്ടാൽ നമുക്ക് ഈ കൈ കൊണ്ട് കോരി കൊട്ടോ. ഗൈസ്, ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് കണ്ടില്ലേ. അല്ലേ ട്ടോ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് മീനെ കിട്ടിയിട്ടുണ്ട്. സോ ഡെഡാണ് നമ്മൾ അതിലേക്കാണ് ഇടുന്നത്. അവിടെ നമ്മളെ വലിയ കടുങ്ങാലി എത്തല്ലോ. ഗൈസ്, നമ്മുടെ വലിയ കടുങ്ങാലി എത്തുപോയി. സോ വിഷമുണ്ട്, കുഴപ്പമില്ല. എന്നാലും വലിയ കടുങ്ങാലി വലിയ കടുങ്ങാലിക്ക് ഓക്സിജൻ കിട്ടാൻ കുറച്ച് സീൻ ഉണ്ടായിരുന്നു തോന്നുന്നു. നമുക്ക് നമ്മളെ വലുത് കിട്ടിയൊക്കെ ചത്തുപോയി. ചിലപ്പോൾ നാളെ നമുക്ക് സോ ഗൈസ്, നമുക്ക് കല്ലുപ്പിട്ട് കൊടുത്തു നോക്കാം. ജീവിക്കെങ്കിൽ ജീവിക്കട്ടെ. നമുക്ക് ബ്രാലിനെ കിട്ടിയില്ലേ ഞാൻ കട്ടിയില്ലേ. ഓക്കെ, വൈൽഡ് ബാറ്റിൻ്റെ മക്കളൊക്കെ ഉണ്ട്. ഇതണ്ട ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് മീനൊക്കെ. സോ ഗൈസ്, നമ്മുടെ ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ബ്രാലിൻ്റെ കുട്ടികളുണ്ട്. അപ്പോൾ അതിനെ കിട്ടുമ്പോൾ നോക്കാം. നല്ല അത്യാവശ്യം കണ്ടമാനുണ്ട് ഗൈസ്. ഇതൊന്നല്ല, അവിടെ ഈ കണ്ടമാനം ഇനിയും ഉണ്ട് പിടിക്കാനായിട്ട്. നമുക്ക് മറ്റന്നാളെങ്ങാണ്ട് പോവാം. ഓക്കെ, ബാക്കിയുള്ള ഇനി കൂടി പിടിച്ച് വരാം. താട്ടി അടി ഗൈസ് ഒന്ന്. ഓക്കെ, മറ്റന്നാൾ നമുക്ക് കുറച്ചുകൂടി വലിയ ബക്കറ്റ് വരെ പോകാം. അല്ലെങ്കിൽ ഇതേമാതിരി പണി കിട്ടും, നല്ല പണി തന്നെ കിട്ടും. സോ ഗൈസ്, നമ്മുടെ വലിയ കിടങ്ങാലികളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കതിരെതിരെ ഇടുകയാണ്. ഓക്കെ, ജീവിക്കുകയാണെങ്കിൽ ഭാഗ്യം, അല്ലെങ്കിൽ സീനാണ്. നമ്മൾ ചത്തനെയൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് കുറേ ഉണ്ടൊക്കെ, ഇതിനൊക്കെ പിടിക്കണം. അപ്പം സോ നമ്മൾ വലയിലേക്ക് കൈ കൊണ്ട് പിടിച്ചാൽ തീരൂല. അങ്ങോട്ട് ഇട്ടോ, കുറച്ച് കഴിഞ്ഞാൽ റെഡി പോയി. കുറേ വെള്ളത്തിലേ വീണ്ടും കൂടെ പോയിട്ടുണ്ട്. മുഴുവൻ അവിടെ പോയി. അല്ല മുഴുവല്ല, അതിൻ്റെ അകത്തുണ്ട് നമ്മുടെ ബ്രാല് കേട്ടോ.